സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗോവൻ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് സന്നാസ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു സന്നാസ് തയ്യാറാക്കാവുന്നതാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇഡ്ഡലി റൈസാണ്. അതുപോലെ തന്നെ ഇഡ്ഡലിയുടെയും അതുപോലെ അപ്പത്തിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ട് വരും ഈ ഒരു സനാസ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഗോവൻ ഡിഷായിട്ടുള്ള സന്നാസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഈ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ആദ്യം നമുക്ക് നന്നായി കഴുകിയെടുക്കാം. അതിനുശേഷം വെള്ളം തെളിയുന്ന വരെയാണ് നമുക്കതൊന്ന് കഴുകിയെടുക്കേണ്ടത്. അങ്ങനെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇങ്ങനെ അരി കഴുകിയിട്ടുള്ള വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു വെള്ളമാണ് ഈ അരി കഴുകിയ വെള്ളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെടികളൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ 3 പ്രാവശ്യം കഴുകിയ ശേഷം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഒരു 4 തൊട്ട് 5 മണിക്കൂർ വരെ നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഞാനിവിടെ ഇപ്പോൾ മുഴുവനോടെയുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ. 1 കപ്പ് അരിക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർക്കുന്നത്. ഉഴുന്ന് നമുക്ക് 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഉഴുന്ന് നമുക്ക് ഒരു 5 മണിക്കൂർ നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഉഴുന്നിൻ്റെ അളവ് കൂടേണ്ട ആവശ്യമില്ല. 1 കപ്പിന് 2 ടേബിൾ സ്പൂൺ മതി. അങ്ങനെ 2 പ്രാവശ്യം ഉഴുന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മണിക്കൂർ നേരമാണ് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കേണ്ടത്. അങ്ങനെ നമ്മൾ അരിയൊക്കെ കുതിരാനിട്ട ശേഷം ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഉഴുന്നും ഇതിൻ്റെ കൂടെ തന്നെയാണ്, കുറച്ചല്ലേ ഉഴുന്നിട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ഉഴുന്നാണ് ചേർക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും കൂടി ചേർക്കാം. അങ്ങനത് അരി ഉഴുന്നും മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ആദ്യം ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അല്പം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ നമുക്ക് മാവൊക്കെ നന്നായി അരഞ്ഞ് കിട്ടിയാൽ നോക്കാം. ഇതാ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മാവ് ഒഴിച്ച് വയ്ക്കേണ്ടത് അത്യാവശ്യം കുഴിയുള്ളൊരു പാത്രത്തിൽ വേണം ഒഴിച്ച് വയ്ക്കാൻ. നല്ല തിക്കായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/3 കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് മിക്സി കഴുകിയതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടാവുന്നതാണ്. അപ്പോൾ സനാസിന് നല്ലൊരു മധുരമായിരിക്കും കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. വെള്ളം വല്ലാണ്ട് ചൂടാവരുത്. ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഈ ഈസ്റ്റ് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കേണ്ടത്. നല്ല ചൂടുവെള്ളമാണെങ്കിൽ ഫെർമെൻറ്റേഷൻ നടക്കില്ല, ഈസ്റ്റ് എല്ലാം ചത്തു പോവുകയുള്ളൂ. ഇനി നമുക്കത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനത്തെ 10 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റൊക്കെ പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലാണ് പെർഫെക്റ്റായിട്ട് ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഈസ്റ്റ് വേണം നമുക്ക് ഈ ഒരു സനാസ് തയ്യാറാക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഫെർമെൻറ്റേഷനായ ഈസ്റ്റും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്ക് മാവും ഈസ്റ്റും വെള്ളവും എല്ലാം ആയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു വെള്ളവും ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ആദ്യം നമ്മൾ നല്ല തിക്കായിട്ട് തന്നെ മാവ് അരച്ചെടുത്തിരുന്നത്. അതിനുശേഷം കൈ വെച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം കൈയും കൂടി വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് നന്നായി പതഞ്ഞ് പൊന്തി വരുള്ളൂ. അപ്പോൾ ഇതുപോലെ കൈ വെച്ച് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഞാൻ രാവിലെയാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഞാൻ ഓവർനൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് രാവിലെ
എടുത്തു നോക്കാം. 6 തൊട്ടിട്ട് ഒരു 8 മണിക്കൂർ വരെ നമുക്കതൊന്ന് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത്. മാവൊക്കെ നന്നായി ഫെർമെൻറ്റേഷനായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടത്. പക്ഷെ അപ്പോഴേക്കും തന്നെ മാവൊക്കെ അത് പുറത്തേക്ക് തന്നെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് പുറത്തൊക്കെ പോയിട്ടുള്ള മാവിനെല്ലാം ഒരു സ്പാറ്റിൽ വെച്ചൊന്ന് തുടച്ചെടുക്കാം. അങ്ങനത് പാത്രമൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പാണ് ചേർക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്ത് സന്നാസ് തയ്യാറാക്കാം. സന്നാസ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതുപോലത്തെ ചെറിയ കിണ്ണത്തിൽ മാവ് ഒഴിച്ചിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ 4 ചെറിയ കിണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രേ ചെയ്യാം. അതിനുശേഷം ഒരു ബ്രഷ് വെച്ച് കിണ്ണത്തിൻ്റെ എല്ലാ വശത്തേക്കും എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്ക് സന്നാസൊക്കെ ഇളക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചെറിയ കിണ്ണം ഇല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിനകത്ത് എണ്ണ പുരട്ടിയ ശേഷം സ്റ്റീം ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് കിണ്ണത്തിലേക്ക് മാവ് ഒഴിക്കാം. ഒരു 3/4 പാത്രം ഒഴിച്ചാൽ മതി, കാരണം അത് പൊങ്ങി വരുന്നതാണ്. അങ്ങനെ അത് 4 പാത്രത്തിലും ഞാൻ മാവൊക്കെ കറക്റ്റായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഞാനൊരു സ്റ്റീമറൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. താഴെ ഒരു 1/2 കപ്പ് വെള്ളം വെച്ച ശേഷം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മാവ് വയ്ക്കാം. ഇനി ഇത് കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ സ്റ്റീമറിനകത്ത് അറ്റ് എ ടൈം 3 എണ്ണമാണ് വയ്ക്കാൻ പറ്റുന്നത്. ഇനി നമുക്കിത് കവർ ചെയ്ത ശേഷം 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ലിഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് പൊങ്ങി വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇതാ നല്ല അപ്പം വെന്തതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നന്നായി പൊങ്ങി തന്നെ വന്നിട്ടുണ്ട്. വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിൽ നിന്ന് മാറ്റിയ ശേഷം തണുക്കാൻ വേണ്ടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സന്നാസൊക്കെ തണുത്ത ശേഷം ഡിമോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു അപ്പം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയുടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും കൂടി ചേർന്നൊരു രൂപമാണ് ഈ സന്നാസ് എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു മധുരം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിൽ കറി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ചിക്കൻ കറിയുടെ കൂടെയാണ് ഈ ഒരു സന്നാസ് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നന്നായി ചൂടാറിയ ശേഷം വേണം ഈ സന്നാസ് മോൾഡിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ സനാസ് കുറച്ച് ചെറുതാണ്, മാവ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മാവിൽ നിന്ന് എനിക്ക് 9 സനാസാണ് കിട്ടിയത്. ഞാൻ ഈ സനാസ് കുറച്ച് മധുരം കുറച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സനാസിൻ്റെ കൂടെ നമുക്ക് നോൺ വെജ് കറിയോ അല്ലെങ്കിൽ മസാലക്കറിയോ കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു സനാസ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. വളരെ സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലായിട്ടുള്ള നല്ലൊരു അപ്പമാണ്. അപ്പോൾ അതെല്ലാവരും ഈ ഒരു ക്രിസ്മസിന് തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. Thank you.